ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഇനി ലഹരിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം. സമീപ പ്രദേശങ്ങളിലും എല്ലായിടത്തും വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഈ മാരക വിപത്ത് പിടികൂടുന്ന ഈ സാഹചര്യത്തിൽ ഓരോ മാതാപിതാക്കളും ഓരോ പൗരനും അവനാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനെതിരെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഈ സമൂഹത്തിന് വേണ്ടി ഇനി വഴിയിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ലഹരിക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സമൂഹവും പോലീസും ഒത്തൊരുമിച്ച് അതിനെതിരെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. നമുക്ക് മുൻ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ യുദ്ധത്തിൽ ഒരു യുദ്ധമാണ് ശരിക്കും പോലീസും മയക്കുമരുന്ന് ലോബിയും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നത് മയക്കുമരുന്ന് ലോബി തന്നെയാണ്. അതിന് പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഈ മയക്കുമരുന്ന് നമ്മുടെ പ്രദേശത്തു നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ജനങ്ങളും ജാഗരൂകരായി പ്രവർത്തിക്കണം. അതുകൂടാതെ പോലീസ് കേസ് കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകി അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്തില്ലെങ്കിൽ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാജയങ്ങൾ ഈ മയക്കുമരുന്ന് ലോബിയെ ശക്തരാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ നടപടിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിയായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി ശരിയായ രീതിയിൽ കുറ്റപത്രം കൊടുത്ത് പ്രതികളെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിടിക്കുക മാത്രമല്ല അത് ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടി സ്വീകരിക്കേണ്ടതാണ്.